വാട്ട് എ ബ്യൂട്ടിഫുൾ ഹലോ ഗൈസ്, പ്ലേസ്. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാനാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. യെസ്, ജൂലൈ 1. ഞങ്ങൾ പോകുന്ന ഇന്നാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടാ എങ്ങനെയാണെന്നൊന്നുമില്ല. കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ റീല് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലം മീൻതുള്ളിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. പോകുന്ന പോക്കിൽ ഇന്ധനമൊക്കെ നിറച്ച് ഞങ്ങൾ ആ ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ എന്താക്കി, ഗൂഗിൾ മാപ്പ് ഇട്ട്. മാപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. ലാസ്റ്റ് പോകുന്ന വഴിയൊക്കെ അടിപൊളി കിട്ടില്ലെങ്കിൽ അടിപൊളി. ഇറങ്ങാനാവൂലെന്ന് തോന്നുന്നില്ല. This is the view, guys. ഞങ്ങൾ റീല് കണ്ടിട്ട് പോകുന്നതുകൊണ്ട് വലിയ ധാരണ ഇല്ലേനു എങ്ങനത്തെ സ്ഥലമായിരിക്കും എന്തായിരിക്കും എന്നൊന്നും. പക്ഷെ എത്തിയപ്പോൾ സെറ്റ്. ആദ്യം ഞങ്ങൾ കുറേ ഹിൽ ടോപ്പും അങ്ങനെ കുറേയൊക്കെ സ്ഥലമാണ് സെർച്ച് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ച് ഒരു എന്താ പറയുക, നമുക്ക് കാമായിട്ട് സെറ്റായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഇങ്ങനത്തെ ഒരു സ്ഥലം തപ്പാം. എൻ്റെ മക്കളൊന്നും പറയാനില്ല. പക്ഷെ നല്ല മഴക്കാറുണ്ടേനും. മഴയും കൂടി പെയ്താലും നല്ല അടിപൊളിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി, മഴ പെയ്യുമോ എന്ന്. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു വ്യൂ പോയിന്റിലേക്ക് പോകാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് മഴ കിട്ടി. അത് സെറ്റിനും മഴയും കൂടി പെയ്തപ്പോൾ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് പിന്നൊന്നും പറയണ്ട, അടിപൊളിയേനും. ശരിക്കും ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ പോകണം. ഒരു പ്ലാനും ഇല്ലാണ്ട് അങ്ങ് ഇറങ്ങണം. പോകുന്ന വഴിയിൽ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കുക, അങ്ങ് പോവുക, അങ്ങനെ ചെയ്യണം. ഇതുപോലെയാണ് ഞങ്ങൾ പോയത്. ഒരു പ്ലാനും ഇല്ല, എങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് കുറ്റ്യാടി ഭാഗത്തേക്ക് നമുക്ക് പോവാം, അവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവുമെന്നും പറഞ്ഞ് ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങൾ കുറേ വീഡിയോസ് ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അങ്ങനെ മീൻതുള്ളിപ്പാറ കണ്ടുപിടിച്ച് അവിടെ ഒരു റീല് കണ്ട് അങ്ങനെ നോക്കി. എന്നിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ചുമ്മാ അങ്ങ് പോയതാണ്. ഒരു വണ്ടിയും നമുക്ക് വാ പോവാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റിയൊരു ഫ്രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അടിപൊളിയായിരിക്കും, സെറ്റായിരിക്കും. ഇതേപോലെ ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ചില്ല് ചെയ്ത് നമുക്ക് ഒരു ദിവസമൊക്കെ ഇങ്ങനെ കുറേ സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ട്രിപ്പ് പോയാൽ സെറ്റായിരിക്കും. അന്ന് ഞങ്ങൾ പോയി വരുമ്പോഴേക്കും മടുക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചതാണ്. പക്ഷേ വലിയ മടുപ്പൊന്നും ഇല്ലേനു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മഴയും കൂടി കിട്ടിയപ്പോഴത്തേനും പിന്നെ വൈബേനും ഒന്നും പറയണ്ട, സെറ്റ് സ്ഥലമാണ്. പോകാൻ ആഗ്രഹമുള്ളതൊക്കെ ഒന്ന് പോയി നോക്കി. ഞങ്ങളെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമെന്നുള്ളതാണ്. ട്രൈപോഡിൽ ക്യാമറ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ റെഫറൻസിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ വീഡിയോസൊന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ സെറ്റാക്കി. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് കഥയും പറഞ്ഞു. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകണമെന്നൊന്നും വലിയ പ്ലാനൊന്നുമില്ല. പക്ഷേ സംഭവം എന്തായാലും വൈബ് സ്ഥലമാണ് ഇത്. ഞങ്ങൾ കുറ്റ്യാടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വന്നിട്ട് ഗൂഗിൾ മാപ്പെല്ലാം ഇട്ട് തപ്പി വന്ന സ്ഥലം. പക്ഷേ ഹലോ ഗായ്സ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മീൻതുള്ളിപ്പാറ എന്ന് പറയും. പക്ഷെ കുറച്ച് വെയിലുണ്ട് ഗായ്സ്, അറിയില്ല പോവുമായിരിക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക്. കിടില സ്ഥലം. എന്നാ ഇതിൻ്റെ പേരെന്താ? മീൻതുള്ളിപ്പാറ. മീനൊന്നുമില്ല, പക്ഷെ കാണാൻ സെറ്റ. വെള്ളം വന്നപ്പോഴത്തേനും സെറ്റ് മഴ വന്ന് ഗായ്സ്. ഞാൻ വിചാരിക്കുന്നതിന് മഴ എന്താ പെയ്യാത്ത. അയ്യോ നല്ല മഴ, ഓടിക്കോ. വൈബ് ഒന്നും പറയണ്ട ഗൈസ്. മഴ പെയ്ത് ഗൈസ്. വേഗം. നല്ല മഴയ്ക്ക് ശേഷം ഞങ്ങൾ കോഴിക്കുട്ടികളായി ഗൈസ്. സ്ഥലം കണ്ട കിട്ടിയില്ല. ഒരു പാലം, ഒന്നും പറയാനില്ല. താഴെ റോഡ്, മുന്നിൽ ഞാൻ കാണിച്ചു തരാം. മുന്നിൽ റോഡ്, മേലെ ഇതേപോലെ പാലം കണ്ടോ.
സെറ്റ് സ്ഥലം, അങ്ങോളം പാലം. അപ്പം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോട്ടെ ഗൈസ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് വയനാട് കുറ്റ്യാടി ചുരത്തിലെ 10ാം വളവിലുള്ള ഫുഡ് സ്പോട്ടിലാണ്. അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങളൊക്കെ വന്ന് കുറേ ഫുഡ് സ്പോട്ടൊക്കെ തുടങ്ങി. അത് നല്ല നമുക്ക് കുറച്ച് ചെയറിലൊക്കെ ഇരുന്നിട്ട് നല്ല എന്താ പറയുക, നല്ല വൈബായിട്ട് ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ല കുറച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ വിചാരിച്ച് അങ്ങോട്ടേക്ക് വിടാമെന്ന്. അവിടുന്ന് ഞങ്ങൾ ഹണി ക്രീമെന്ന് ഒരു 3-4 ഫ്രൂട്ട് ഐസൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് നല്ല വ്യൂ ആയിരുന്നു. കോട ഇറങ്ങി തുടങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ അധികവും ഇപ്പോൾ വയനാട് പോകുന്നതുകൊണ്ട് ഈ ഒരു വ്യൂ ഞാനിപ്പോൾ അധികം കാണാറുണ്ട്. പക്ഷേ എന്നാലും എത്ര കണ്ടാലും നമുക്ക് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കുറേ വ്യൂ ഉണ്ടാവില്ലേ, പ്രകൃതിയായിട്ട് സെറ്റായിട്ടുള്ള അങ്ങനെയുള്ള സംഭവമാണ് ഇത്. ഞങ്ങൾ അവിടുന്ന് ഒരു ലോഡഡ് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്ത്. സംഭവം സെറ്റ് ചെയ്യാനും കിഡിലെ ലോഡഡ് ഫ്രൈസാണ്. ട്രൈ ചെയ്യേണ്ടപോലെ ഒന്നെന്തായാലും അവിടെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 10ാം വളവിലുള്ള അവിടെ ഒരു ലോഡഡ് ഫ്രൈസ് കിട്ടുന്നൊരു കടയുണ്ട്. കിഡിലാണ്, സെറ്റ് സാധനം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ കഴിച്ച് ഒന്ന് വയറൊക്കെ നിറഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. പിന്നെ വിചാരിച്ചല്ലേ വേണ്ട, വീട് പിടിക്കാം. അങ്ങനെ പോകുന്ന പോക്കിൽ ഞങ്ങൾ കുറച്ച് വൈബ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. സംഭവം കിട്ടിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത് നല്ല മഴക്കാലമൊക്കെയാണ്, പോകാനുള്ളവരൊക്കെ നല്ല ട്രിപ്പ് പോയിക്കോ. ബായ്.